सो बच्चों लोग हमने पढ़ा पाठ 3, ठीक है। पाठ 3, एक दिन जब घड़ी रुक गई। सो हमने पढ़ा था किसके बारे में? गुलगुल सिंह। गुलगुल सिंह कहाँ रहते थे? कुशीनगर में रहते थे, है ना। सो वह सबसे ज्यादा खुश रहने वाले व्यक्ति था, है ना। എപ്പോഴും സന്തോഷവാനായിട്ട് അദ്ദേഹം ഇരിക്കുമായിരുന്നു അല്ലേ. सो गुलगुल सिंह का काम क्या था? वो शहर के सभी घड़ियों के समय की देखरेख करता था, है ना. ആ കുശിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എല്ലാ വാച്ചുകളും ഘടികാരങ്ങളും ക്ലോക്കുകളും ഒക്കെ ശരിയാക്കി വെക്കുന്ന സമയത്തെ ശരിയാക്കി ക്രമീകരിക്കുക എന്നുള്ള ജോലിയായിരുന്നു ഗുൽഗുൽ സിംഗിന്റേത് അല്ലേ. സോ ഷെഹർ ആ നഗര കുശിനഗറിൽ എന്താണ് ഒരു വലിയ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അല്ലേ. സോ എന്താണ് അത് സൂര്യൻ ഉദിക്കുന്ന സമയത്തിന് ആ ക്ലോക്കും അടിക്കാൻ തുടങ്ങുമായിരുന്നു അല്ലെ. ഡിങ് ഡോങ് എന്ന് പറഞ്ഞിട്ട്. സോ ആ ക്ലോക്കിന്റെ സൗണ്ട് കേട്ടിട്ടാണ് എന്താണ് കുശിനഗറിലുള്ള എല്ലാ ആൾക്കാരും രാവിലെ എണീക്കുമായിരുന്നത് അല്ലെ. കറക്റ്റ് സമയമാകുമ്പോ എണീക്കുമായിരുന്നു ആ ഘടികാരം അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട്. സോ ഗുൽഗുൽ സിംഗിന്റെ ഡ്യൂട്ടി ആയിരുന്നു ആ ഘടികാരത്തിന്റെ ശരിയായ പരിപാലനം ചെയ്യുക എന്നുള്ളത് അല്ലെ. സോ കറക്റ്റ് സമയത്ത് ആ ഘടികാരം അടിക്കുമായിരുന്നു. സോ ആ നഗരത്തിലുള്ള എല്ലാ ആൾക്കാരും ഗുൽഗുൽ സിംഗിനോട് വളരെയധികം സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തിനോടുണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു? എല്ലാരെയും കറക്റ്റ് സമയത്തിന് എണീപ്പിക്കുമായിരുന്നു. ഈ ഘടികാരത്തിനെ ശരിയായ രീതിയിൽ അദ്ദേഹം പരിപാലിക്കുമായിരുന്നു അല്ലെ. സോ ഇത് കണ്ടിട്ട് എന്താണ് സംഭവിച്ചത്? एक दिन क्या हुआ? एक दिन चारों दिशाओं के क्या हवा അല്ലെ. ഹവ, 4 ദിക്കിലുമുള്ള കാറ്റുകൾ അവിടെ കളിക്കാൻ വേണ്ടി വന്നു അല്ലെ. एक दिन चारों दिशाओं के क्या पूर्व पश्चिम उत्तर दक्षिण चारों दिशाओं के हवा एक जगह पर खेलने आ गए. 4 ദിശയിലുള്ള കാറ്റുകള് അവിടെ കളിക്കുവാൻ വേണ്ടി വന്നു. സോ പൂർവ ദിശാക്കി ഹവാനെ കഹ അല്ലെ. പൂർവ ദിശയിലുള്ള കിഴക്ക് ദിശയിലുള്ള എന്താണ് കാറ്റ് പറഞ്ഞു. കാറ്റ് പറഞ്ഞ എന്താണ് പറഞ്ഞത്? हम सभी मिलकर गुलगुल सिंह के साथ एक खेल खेलेंगे. जो भी हवा उसे हराएगी वही जीत जाएगी. സോ പൂർവ്വ ദിശയിലുള്ള കിഴക്ക് ദിശയിലുള്ള കാറ്റ് എന്ത് പറഞ്ഞു? നമ്മളെല്ലാരും കൂടെ ഗുൽഗുൽ സിംഗിന്റെ അടുത്ത് ഒരു കളി കളിക്കാം. സോ അദ്ദേഹത്തിനെ ആരാണ് തോൽപ്പിക്കുന്നത് അവര് ഈ കളിയില് ഈ മത്സരത്തില് ജയിക്കുമെന്ന് അല്ലെ. उसके बाद क्या हुआ? सभी हवाओं ने एक साथ खुश होकर कहा. എന്താണ്? എല്ലാരും സമ്മതിച്ചു അല്ലെ. സോ അവര് എന്താ ചെയ്തതെന്നാണ് അടുത്ത ആരൊക്കെ ഏത് ദിശയിലുള്ള ഏത് കാറ്റ് എന്തൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നത് അല്ലെ. സോ എന്താണ് സംഭവിച്ചത്? ഖേൽ ശുരു ഹുവാ. സബ്സെ പേല കോൻ ആയാ? സബ്സെ പേലെ പൂർവ്വ ദിശ കി ഹവ ആ ഗയാ അല്ലെ. എന്താണ്? കിഴക്ക് ദിശയിലുള്ള കാറ്റാണ് ആദ്യം വന്നത്. കിഴക്ക് ദിശയിലുള്ള കാറ്റ് എന്തും കൊണ്ട് വന്നു? മഴ കൊണ്ട് വന്നു അല്ലെ. മേ വർഷാക്കോ ബുലാവുങ്കി ഓർ ഗുൽഗുൽ സിംഗ് കോ ഭിഗോദൂങ്കി അല്ലെ. മഴ കൊണ്ടുവന്ന് കിഴക്ക് ദിശയിലുള്ള കാറ്റ് എന്ത് പറഞ്ഞു? ഞാൻ ഗുൽഗുൽ സിംഗിനെ മുഴുവൻ നനയിക്കും അല്ലെ. മഴ കൊണ്ടുവന്ന് നനയിക്കാൻ പോവുകയാണ്. സോ മഴയും കൊണ്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഗുൽഗുൽ സിംഗ് ഹാത്ത് മേ ക്യാ താ? ഛാത്താ താ. ഛാത്ത മാനെ അംബ്രല്ല. അംബ്രല്ല ഉണ്ടായിരുന്നു. സോ ഗുൽഗുൽ സിംഗ് അത് നിവർത്തി എന്താണ് മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലെ. उसके बाद क्या हुआ? उसके बाद पश्चिम दिशा की हवा आ गई. പശ്ചിം ദിശ അല്ലെ. പടിഞ്ഞാറ് ദിശയിലുള്ള കാറ്റ് വന്നു. പടിഞ്ഞാറ് ദിശയിലുള്ള കാറ്റ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അത് പടിഞ്ഞാറ് ദിശയിലുള്ള കാറ്റ് എന്തും കൊണ്ടാണ് വന്നത്? വളരെ ശക്തിയായിട്ടുള്ള എന്താണ്? മഞ്ഞും കൊണ്ട് വന്നു അല്ലെ. തേസ് ഫൂക്ക് മാരി ഓർ അച്ചാനക് ബറഫ് ബാരി ഹോനെ ലഗി. ബറഫ് ബാരി എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞു പെയ്യാൻ തുടങ്ങി, മഞ്ഞുമഴ പെയ്യാൻ തുടങ്ങി അല്ലെ. എന്താണ്? പക്ഷെ എന്താണ്? ഗുൽഗുൽ സിംഗിനെ തോൽപ്പിക്കാൻ പറ്റിയോ? ഗുൽഗുൽ സിംഗിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഗരം കോട്ട് പെഹൻ രഖാ ഥാ. ഗരം കോട്ട് മത്ലബ് സ്വെറ്റർ അല്ലെ. നമ്മൾ തണുപ്പ് കാലത്തൊക്കെ ഇടുന്ന ഒരു തരം ഡ്രസ് ഇല്ലേ, അറിയാവോ? സ്വെറ്റർ. ഓക്കെ. സോ അതിട്ടാ നമുക്ക് എന്താ സംഭവിക്കുക? സോ ഉസി തര ഗുൽഗുൽ സിംഗ് ബറഫ് ബാരി സെ ബി ബച്ച് ഗയ അല്ലെ. മഞ്ഞു വീഴ്ചയിൽ നിന്നും ഗുൽഗുൽ സിംഗ് രക്ഷപ്പെട്ടു. ഗുൽഗുൽ സിംഗിന്റെ കയ്യില് സ്വെറ്റർ ഉണ്ടായിരുന്നു അല്ലെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? തബി ഉത്തർ ദിശ കി ഹവ തേസ് ചലനെ ലഗി. പിന്നെ ആരാണ് വന്നത്? വടക്ക് ദിശയിലുള്ള കാറ്റാണ് വന്നത്. സോ വടക്ക് ദിശയിലുള്ള കാറ്റ് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വന്നത്? തേസ് ഹവാ സെ സബി പേട് ഝുക് ഗയേ ഓർ
പത്തേ ഝടുകെ വളരെ ശക്തിയായിട്ടുള്ള എന്താണ് കാറ്റും കൊണ്ട് വന്നു അല്ലെ. ലേക്കിൻ ഗുൽഗുൽ സിംഗ് തബ് തക് അപ്നെ ഘർ പഹുഞ്ച് ഗയാ ഥാ അല്ലെ. സോ എന്താണ് സംഭവിച്ചത്? ഗുൽഗുൽ സിംഗ് അപ്പത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നും ഗുൽഗുൽ സിംഗ് രക്ഷപ്പെട്ടു. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിച്ചത്? അടുത്തത് ആരുടെ ഊഴമായിരുന്നു? അടുത്തത് അബ് ദക്ഷിൺ ദിശ കി ഹവ കി ബാരി ഥി അല്ലെ. പടിഞ്ഞാറ് ദിശയിലുള്ള കാറ്റിന്റെ ഊഴമായിരുന്നു. സോറി, തെക്ക് ദിശയിലുള്ള കാറ്റിന്റെ ഊഴമായിരുന്നു അല്ലെ. സോ അബ് ദക്ഷിൺ ദിശ കി ഹവ കി ബാരി ഥി വഹ് ധീരെ ധീരെ ചൽती हुई खिड़की के रास्ते गुलगुल सिंह तक पहुंच गई और उसने गुलगुल सिंह को सुला दिया അല്ലെ. സോ എന്താണ് സംഭവിച്ചത്? സോ പതുക്കെ മൃദുലമായ കാറ്റും കൊണ്ട് വന്ന് എന്താണ് ചെയ്തത്? ഗുൽഗുൽ സിംഗ് വീടിനകത്തേക്ക് കയറിയിരുന്നു അല്ലെ. ഗുൽഗുൽ സിംഗിനെ ഉറക്കി. സോ അങ്ങനെ ഗുൽഗുൽ സിംഗ് ഉറങ്ങിപ്പോയി. എത്ര നാൾ ഉറങ്ങിപ്പോയി? ഏക് പൂരാ ദിൻ, ഏക് പൂരാ ഹഫ്ത, ഏക് പൂരാ മഹീന ഓർ ഏക് പൂരാ സാൽ അല്ലെ. ഉറങ്ങി അദ്ദേഹം ഒരു ദിവസം ഉറങ്ങി, ഒരാഴ്ച ഉറങ്ങി, ഒരു മാസം ഉറങ്ങി, പിന്നെ എന്താണ്? ഒരു വർഷം ഉറങ്ങി. ഏക് പൂരാ സാൽ. സാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇയർ, ഒരു വർഷം മുഴുവൻ ഉറങ്ങി. സോ ഗുൽഗുൽ സിംഗ് കെ സോ ജാനെ സേ ഷെഹർ കി ബഡി ഘടി രുക് ഗയി. നമ്മൾ പഠിച്ചു എന്താണ്? ആ നഗരത്തിൽ ഒരു വലിയ ഘടികാരം ഉണ്ടായിരുന്നു, ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അല്ലെ. സോ ആ ക്ലോക്ക് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് എല്ലാ ആൾക്കാരും ആ നഗരത്തിൽ ഉണർന്നുകൊണ്ടിരുന്നത് അല്ലെ. സോ എന്താണ്? ആ ഘടികാരം നിന്നുപോയി. എന്താണ് കാരണം? എന്താണ്? ഗുൽഗുൽ സിംഗ് ഉറങ്ങിപ്പോയി അല്ലെ. സോ ഘടികാരം നിന്നതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു അവിടെ? സമയ രുക് ജാനെ സെ ക്യാ ക്യാ ഹുവാ? ചിടിയോനെ ചഹചഹാന ബന്ദ് കർ ദിയ. കിളികള് കളകളാരവം, അതായത് കിളികൾ ഒരു തരം സൗണ്ട് ഉണ്ടാക്കില്ലേ, അവര് ആ സൗണ്ട് ഉണ്ടാക്കുന്നത് നിർത്തി അല്ലെ. പിന്നെ എന്താണ്? സൂരജ് സുബ ദേർ തക് സോനെ ലഗ. സൂര്യൻ ഉദിച്ചില്ല. സൂര്യന് കുറെ നേരം ഉറങ്ങിക്കൊണ്ടേയിരുന്നു. ഘടികാരം നിന്നു പോയതുകൊണ്ട് സൂര്യൻ ഉറങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സഭി ലോഗ് ദേർ തക് സോത്തെ രഹേ. എല്ലാരും സുഖമായിട്ട് രാവിലെ കുറെ നേരം ഉറങ്ങി. സപ്താഹെ സഭി ദിനോക ക്രമ ബദൽ ഗയ. ആഴ്ചയിലുള്ള ദിവസങ്ങള് ക്രമം തെറ്റി വന്നുകൊണ്ടിരുന്നു അല്ലെ. സോമവാരം, തിങ്കളാഴ്ച ദിവസം എന്താണ്? കുട്ടികള് തിങ്കളാഴ്ച ദിവസം അല്ലേ സ്കൂളിൽ പോകേണ്ടത്, പക്ഷെ തിങ്കളാഴ്ച ദിവസക്ക് പകരം അവരെന്താണ്? ഞായറാഴ്ച ദിവസം സ്കൂളിൽ പോകാൻ തുടങ്ങി അല്ലെ. സോ എല്ലാത്തിന്റെയും ക്രമം തെറ്റിപ്പോയി. എന്തുകൊണ്ട്? ആ വലിയ ക്ലോക്ക് നിന്നു പോയത് കൊണ്ട് അല്ലെ. എന്താണ്? പിന്നെ അഗസ്റ്റ് കെ മഹീനമേ ബറഫ് ഗിർ രഹി തി. ഓഗസ്റ്റിൽ എന്താണ്? മഞ്ഞ് പെയ്യുമായിരുന്നു. പിന്നെ എന്താണ്? മഞ്ഞില് കുട്ടികളെ കളിക്കാൻ പോകുമായിരുന്നു. പിന്നെ തബ് കൈ ദിനോ തക് സൂരജ് കി ധൂപ് നിക്കൽ രഹി അല്ലെ. എല്ലാത്തിനും എന്താണ്? ചുരുക്കത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാത്തിന്റെയും ക്രമം തെറ്റി. എന്തുകൊണ്ട്? ആ ഘടികാരം നിന്നു പോയത് കൊണ്ട് അല്ലെ. സോ എന്താണ്? ഗുൽഗുൽ സിംഗ് ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് അല്ലെ. ദക്ഷിണ ദിശയിലുള്ള കാറ്റ് വന്നതുകൊണ്ട് എന്താണ്? ഗുൽഗുൽ സിംഗിനെ ഉറക്കി. ഓക്കെ, സോ അങ്ങനെ ഗുൽഗുൽ സിംഗ് ഉറങ്ങിപ്പോയതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ നഗരത്തിലെ വലിയ ഘടികാരം നിന്നുപോയി. അതുകൊണ്ട് എല്ലാത്തിന്റെയും ക്രമം തെറ്റിക്കൊണ്ടേയിരുന്നു അല്ലെ. പിന്നെ എന്താ സംഭവിച്ചത്? ലേക്കിൻ എന്താ സംഭവിച്ചത്? ഗുൽഗുൽ സിംഗ് കി ജാദൂയി ഘടി അഭി തക് ചൽ രഹി ഥി. സോ ഗുൽഗുൽ സിംഗിന്റെ ഒരു മാന്ത്രിക ഘടികാരം ഉണ്ടായിരുന്നു. കണ്ടോ? ഫോട്ടോ കണ്ടോ നിങ്ങള്? സോ മാന്ത്രിക ഘടികാരം എന്താണ്? തബ്ബി ചൽ രഹി ഥി. സോ എന്താണ്? ഈ നടക്കുന്നത് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ആ ഘടികാരം ട്രിങ് 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 അടിക്കാൻ തുടങ്ങി അല്ലെ. സോ ആ സൗണ്ട് കേട്ടപ്പോൾ ഗുൽഗുൽ സിംഗ് ഞെട്ടി എഴുന്നേറ്റു അല്ലെ. ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് കണ്ടത് എല്ലാം അവിടെ ക്രമം തെറ്റിയാണ് കിടക്കുന്നതെന്ന്. സോ എന്താണ് സംഭവിച്ചത്? പിന്നെ എന്താണ് അദ്ദേഹം ചെയ്തത്? സോ എന്താണ്? ആദ്യം പോയിട്ട് ആ നഗരത്തിലുള്ള ആ വലിയ ഘടികാരം അദ്ദേഹം പോയിട്ട് ശരിയാക്കി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? वो शरारती हवा पर बहुत गुस्सा हुआ. गुलगुल सिंह ने जल्दी से बड़ी घड़ी को ठीक किया और सभी चीजें ठीक हो गई. സോ ആ വലിയ ഘടികാരം ശരിയാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? സോ എല്ലാ കാര്യങ്ങളും പിന്നീട് ക്രമത്തിലാവാൻ തുടങ്ങി. सप्ताह के दिन फिर से अपने क्रम में आ गई. महीनों का क्रम भी ठीक हो गया. സോ ആഴ്ചകൾ കറക്റ്റ് ആവാൻ തുടങ്ങി, മാസം കറക്റ്റ് ആവാൻ തുടങ്ങി. സബ് കുച്ച് പെഹലെ ജൈസാ ഹി സുന്ദർ ഹോ ഗയാ. സാരെ ഷെഹർ കോ ഖുഷ് ദേക്കർ ഗുൽഗുൽ സിംഗ് ബി ഖുഷ് ഹോ ഗയാ അല്ലെ. നഗരത്തിലുള്ള എല്ലാ ആൾക്കാരും സന്തോഷമായിട്ടിരിക്കാൻ തുടങ്ങി അല്ലെ. ഘടികാരം ശരിയാക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും
ക്രമത്തിലാവാൻ തുടങ്ങി. എല്ലാവർക്കും കഥ മനസ്സിലായോ? സോ ഇനി ടീച്ചർ ഒരു വീഡിയോ കൂടെ കാണിച്ചിട്ട് എല്ലാരും ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. समय से स्कूल नहीं पहुंच पाओगे। समय से अचानक वर्षा होने लगी, लेकिन बुलबुल सिंह के पास तो छाता था।
दक्षिण दिशा की हवा की बारी थी। वह धीरे धीरे चलती हुई खिड़की के रास्ते गुलगुल सिंह तक पहुंच गई और उसने गुलगुल सिंह को सुला दिया। गुलगुल सिंह सोता रहा। एक पूरा दिन, एक पूरा हफ्ता, एक पूरा महीना, एक पूरा साल। गुलगुल सिंह के सो जाने से शहर की बड़ी घड़ी रुक गई। जरा सोचिए, समय रुक जाने से क्या क्या गड़बड़ हुई होगी। समय रुक जाने से सब कुछ रुक गया। चिड़ियाओं ने चहचहाना बंद कर दिया। सूरज सुबह देर तक सोने लगा और सभी लोग भी देर तक सोते रहते थे। सप्ताह के सभी दिनों का क्रम बदल गया। बच्चे सोमवार को पाठशाला जाने की जगह खेल रहे थे और रविवार को पाठशाला जा रहे थे। अगस्त के महीने में बर्फ गिर रही थी। सर्दियों में जब बच्चे बर्फ में खेलना चाहते थे, तब कई दिनों तक सूरज की धूप निकली रही। लेकिन गुलगुल सिंह की जादुई घड़ी अभी भी चल रही थी। चीजों को इतना गड़बड़ होते हुए देखकर गुलगुल सिंह की जादुई घड़ी अचानक बज उठी। ट्रिंग ट्रिंग। जोरदार आवाज से गुलगुल सिंह जाग गया। वह शरारती हवाओं पर बहुत गुस्सा हुआ। गुलगुल सिंह ने जल्दी से बड़ी घड़ी को ठीक किया और सभी चीजें ठीक हो गई। सप्ताह के दिन फिर से अपने क्रम में आ गए। महीनों का क्रम भी ठीक हो गया। सब कुछ पहले जैसा ही सुंदर हो गया। सारे शहर को खुश देखकर गुलगुल सिंह भी खुश हो गया। अब अनुमान लगाकर बताइए कि अगर जादुई घड़ी न होती तो क्या होता?